വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കും. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങളെ കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളെ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്ക് ജീവൻ പകരുവാൻ തക്കവണ്ണം ദൈവമേ, അവിടുന്ന് അടിയങ്ങളോട് കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അടിയനോട് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനം പ്രാഗൽഭത്തോടെ സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അടിയൻ്റെ അതരത്തെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുണ്യനാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് മീഖ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ദ ബുക്ക് ഓഫ് മീഖ ചാപ്റ്റർ 7 വേഴ്സ് 7. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും പരിഹാസങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ ഒരു ദൈവവൈതനെ സംബന്ധിച്ച് അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം തേടുന്നത് അവൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ യുക്തി കൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള നമ്മളുടേതായ സ്ഥാനമാനങ്ങൾ കൊണ്ടോ അധികാരങ്ങൾ കൊണ്ടോ അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നാം നേരിടേണ്ടത്. ഇസ്രായേൽ മക്കൾ ദൈവസന്നദ്ധയിൽ നിന്ന് അവർ മാറിപ്പോകുമ്പോൾ ദൈവത്തെ മറന്ന് ലോകത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. 3 കാര്യങ്ങൾ അവിടെ വ്യക്തമായും പറയുകയാണ്. ഒന്ന്, ഞാൻ യഹോവയിലേക്ക് നോക്കും. രണ്ടാമത് പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിനായിട്ട് കാത്തിരിക്കും. മൂന്നാമതായി പറയുന്നു, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവൻ അവൻ്റെ ജീവിതത്തിൽ 2 പ്രവൃത്തികൾ ഉണ്ടാക്കണം. ഒന്ന്, അവൻ ദൈവത്തിങ്കലേക്ക് നോക്കണം. അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് കണ്ണുകളുയർത്തി അവൻ്റെ തിരുമുഖത്തേക്ക് ഞാനും നിങ്ങളും നോക്കണം. 2, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് മറുപടി ലഭിക്കുന്നതുവരെയും അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കാത്തിരിക്കണം. എന്തുകൊണ്ടാണ് കാത്തിരിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട്. അതൊരു ഉറപ്പാണ്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നുണ്ട്, 55-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇവിടെ ദാവീദും ഉറപ്പോടുകൂടി പറയുകയാണ്, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഞാൻ തളർന്നു പോകുമ്പോൾ, ശത്രു എനിക്കെതിരെ തന്ത്രങ്ങൾ മെനയുമ്പോൾ ഞാൻ എന്തു ചെയ്യുമെന്നാണ് ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്. ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും എന്തു ചെയ്യും? സങ്കടം ബോധിപ്പിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ കരയും. എന്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്? അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും.
ദാവീദിന് നല്ല ഉറപ്പുണ്ട്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്, അതുകൊണ്ട് ഞാൻ അവൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് കരയും, അവൻ എനിക്ക് മറുപടി തരും, എന്നെ സഹായിക്കുമെന്ന് ദാവീദ് പറയുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തെ സമ്പൂർണ്ണമായി നമുക്ക് വിശ്വസിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അവൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം മറുപടി തരുന്ന ദൈവമാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുമ്പോഴും ദൈവം കേൾക്കാതിരിക്കുന്നതല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. അവിടം വരെയും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കഴിയണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യഹോവയെ കാത്തിരിക്കണം. എന്തിനു വേണ്ടി കാത്തിരിക്കണം? ശക്തി ലഭിക്കുവാൻ തക്കവണ്ണം. ആത്മീയ ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമുക്ക് ക്ഷീണങ്ങളുണ്ടാകാം. അവിടെ നമ്മൾ തളർന്നു പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അങ്ങനെ തളർച്ചയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നാം എന്തു ചെയ്യണം? അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നമുക്ക് തളർച്ചകൾ വരുമ്പോൾ, മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ബലം ക്ഷയിച്ചു പോകുമ്പോൾ നാം എന്തു ചെയ്യണം? യഹോവയിലേക്ക് കാത്തിരിക്കണം. നമ്മൾ ക്ഷീണത്തെ മാറ്റുവാൻ തക്കവണ്ണം, നമ്മുടെ കാലുകൾക്ക് ബലം പകരുവാൻ തക്കവണ്ണം, കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളുമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ ഉയരത്തിലേക്ക് നമുക്ക് സഞ്ചരിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ശക്തി നമ്മുടെ മേൽ പകരും. കഴുകനെ സംബന്ധിച്ച് നമുക്കറിയാം, പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്. ഏറ്റവും താഴെ ലെവലിലും ഏറ്റവും ഉയരത്തിലേക്കും പറക്കുവാൻ തക്കവണ്ണം കഴുകന് സാധിക്കും. അപ്പോൾ ആ കഴുകനെ പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുകളിലേക്ക് നമുക്ക് പറക്കുവാൻ തക്കവണ്ണം കഴിയണം. പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് ഭയപ്പെടുവാനല്ല, പിന്നെയോ ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും, അവൻ എന്നെ ശക്തീകരിക്കും. തളർന്നു പോയ എൻ്റെ കാലുകൾക്ക് എൻ്റെ ദൈവം എനിക്ക് ബലം പകർന്നു തരും. മാൻപേടയെ പോലെ ഓടുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന് വേണ്ടി കാത്തിരിക്കണം. ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. കേൾക്കുവാൻ നമുക്ക് എളുപ്പമാണ്. കേൾക്കുമ്പോൾ നമുക്ക് ചില വികാരങ്ങൾ ഉണ്ടാകും, ദൈവം പ്രവർത്തിക്കും, ആ സമയമൊക്കെയും പ്രാർത്ഥിക്കുവാൻ കഴിയും. പക്ഷേ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക്, പ്രതികൂലങ്ങളിലേക്ക് കാറ്റ് നമുക്കെതിരായി വീശുമ്പോൾ അവിടെ തളർന്നു പോകാതിരിക്കണം. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇത് വിശ്വസിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. എരിഹോ പട്ടണത്തിലൂടെ നമ്മുടെ കർത്താവ് കടന്നു പോകുമ്പോൾ അവിടെ കുരുടനായ ഒരു മനുഷ്യൻ സൗഖ്യത്തിന് വേണ്ടി നിലവിളിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അവർ എരിഹോവിലെത്തി. അവന്റെ ശിഷ്യന്മാരോടും തന്റെ വലിയ ജനക്കൂട്ടത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തീമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. അത് നസറേനായ യേശുവാണെന്ന് കേട്ടപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. എരിഹോ പട്ടണത്തിലൂടെ കർത്താവ്
യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. പെസഹ പെരുന്നാൾ അടുത്തു വരികയാണ്. അപ്പോൾ യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് എല്ലാ യഹൂദന്മാരും പെസഹ പെരുന്നാളിന് കടന്നു പോകണം. അപ്പോൾ എരീഹോ പട്ടണത്തിലൂടെ നിരവധി ആളുകൾ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ വളരെയധികം ആളുകൾ അതുവഴി കടന്നു പോകുന്നതുകൊണ്ട് വഴിയരികിൽ അനേകം ആളുകൾ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിപ്പുണ്ട്. കാരണം വലിയ പുരുഷാരം അതുവഴി കടന്നു പോകുമ്പോൾ അവരിൽ നിന്ന് പണം ലഭിക്കുവാൻ തക്കവണ്ണം, സഹായം ലഭിക്കുവാൻ തക്കവണ്ണം വഴിയരികിൽ ധാരാളം ആളുകൾ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ കുരുടനായ ബർത്തിമായി എന്നൊരു കുരുടനുണ്ടായിരുന്നു. അവൻ യേശുവിനെ കണ്ടിട്ടില്ല, പക്ഷെ യേശു രോഗികളെ സൗഖ്യമാക്കുന്നു എന്നുള്ള വാർത്ത അവൻ കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്നുള്ള സാക്ഷ്യങ്ങൾ അവൻ്റെ ചെവിയിലെത്തിയിട്ടുണ്ട്. അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്നും മരിച്ചവരെ ഉയർപ്പിക്കുന്നുവെന്നും അനേക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നെന്നും അവൻ നസറേനായ യേശു എന്നാണ് അവൻ്റെ പേരെന്നൊക്കെയും ഈ ബർത്തിമായി കേട്ടിട്ടുണ്ട്. അവൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു പുരുഷാരം കടന്നു പോകുന്ന ആരവം അവൻ കേൾക്കുകയാണ്. അവൻ ചോദിക്കുകയാണ്, ആരാണ് അതുവഴി കടന്നു പോകുന്നതും തിരക്കുമ്പോൾ നസറേനായ യേശുവാണെന്ന് കേട്ടപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. അപ്പോൾ യേശുവാണ് അതുവഴി പോകുന്നത് എന്നവൻ കേട്ടപ്പോൾ ഉടനെ അവനിൽ നിന്നുണ്ടായത് പ്രാർത്ഥനയാണ്, നിലവിളി അവനിൽ നിന്നുണ്ടായി. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നവൻ നിലവിളിക്കുകയാണ്. എത്ര ദൂരത്തിലാണ് യേശു കടന്നു പോകുന്നതും എവിടെയാണെന്ന് അവന് കാണുവാൻ കഴിയുന്നില്ല. പക്ഷെ അവനൊരു വിശ്വാസമുണ്ട്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദാവീദ് പറയുന്നു, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇവിടെ ബർത്തിമായിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ നിലവിളിയുടെ ശബ്ദം യേശു കേട്ടാൽ അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നൊരു വിശ്വാസം അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അവൻ കേട്ട ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളിൽ നിന്ന് ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നവൻ നിലവിളിക്കുകയാണ്. അവിടെ മറ്റുള്ളവർ അവനെ തടയുകയാണ്. എൻ്റെ അടുത്ത വാക്യം പറയുന്നുണ്ട്, മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ മറ്റുള്ളവർ മിണ്ടാതിരിക്കുവാൻ തക്കവണ്ണം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തടസ്സത്തിൻ്റെ ഒപ്പം ഞാനും നിങ്ങളും പ്രാർത്ഥന നിർത്തുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ പ്രാർത്ഥനയുടെ മുമ്പിൽ വരുന്ന തടസ്സങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. അവന് വേണമെങ്കിൽ മിണ്ടാതിരിക്കാമായിരുന്നു. ദൈവം എല്ലാം അറിയുന്നുണ്ടല്ലോ, ദൈവത്തിന് വേണമെങ്കിൽ പ്രവർത്തിക്കുവാൻ കഴിയുമല്ലോ, ദൈവം സർവശക്തനാണ്, അവൻ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ വിഷയങ്ങൾ അറിയുന്നവനാണ് എന്ന് അവന് വേണമെങ്കിൽ പറഞ്ഞ് അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് അവന് മിണ്ടാതിരിക്കാമായിരുന്നു. കർത്താവിൻ്റെ കൂടെയുള്ള മറ്റ് ലോകത്തിൻ്റെ അധികാരമുള്ളവരാണ് മിണ്ടാതിരിപ്പാൻ തക്കവണ്ണം പറയുന്നത്. അപ്പോൾ അവന് വേണമെങ്കിൽ ശബ്ദിക്കാതെ മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷെ ബർത്തിമായി അതല്ല ചെയ്തത്. മിണ്ടാതിരിക്കുവാൻ കൽപ്പിച്ചിട്ടും അവൻ എന്തു ചെയ്തു? ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് പറയുമ്പോൾ അവൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകുന്നില്ല. മിണ്ടാതിരിപ്പാൻ തക്കവണ്ണം അവിടെ പറയുമ്പോൾ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ വിശ്വാസത്തിൽ ക്ഷയിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ അവൻ വിശ്വാസത്തിൽ വീണ്ടും വർദ്ധിച്ചുകൊണ്ട് അവൻ അത്യുച്ചത്തിൽ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ യേശു അവിടെ നിന്നു. അപ്പോൾ യേശു നിന്നു എന്ന് പറയുമ്പോൾ ദൈവവചനത്തിലെ ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട്, അതിന് ശക്തിയുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് യേശു നിന്നത്? അത്യുച്ചത്തിൽ അവൻ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ്റെ മുന്നിലുള്ള പ്രതിസന്ധികളെ അവൻ വകവെക്കാതെ അവൻ അത്യുച്ചത്തിൽ വീണ്ടും നിലവിളിച്ചപ്പോൾ അപ്പോൾ യേശു നിന്നു. ദൈവത്തിൻ്റെ ജനമേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ യേശുവിനെ പിടിച്ചു നിർത്തുവാൻ കഴിയണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
കപടഭക്തിയുടേതായ മുഖങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി അവൻ്റെ ശക്തിക്ക് വേണ്ടി അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ബർത്തിമായെ പോലെ നിലവിളിപ്പാൻ തക്കവണ്ണം വിശ്വാസത്തിൽ അനുദിനം നമുക്ക് വളർച്ചയുണ്ടാകണം. എല്ലാ പ്രാവശ്യവും ഒരേ വിശ്വാസത്തിലല്ല ഞാനും നിങ്ങൾ വളരേണ്ടത്. ഓരോ വചന ശുശ്രൂഷകൾ കേൾക്കുമ്പോഴും, ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും, ഓരോ പ്രാർത്ഥനകളും ഉപവാസങ്ങളും കൺവെൻഷൻ യോഗങ്ങളും കഴിയുമ്പോഴും നമുക്ക് ദൈവത്തിങ്കലേക്ക് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം കഴിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ. ആ രുചിച്ചറിയുന്ന അനുഭവത്തിലേക്ക് വളർച്ച പ്രാപിപ്പാൻ കഴിയണം. രുചിച്ചറിയുന്നവൻ അവൻ വിശ്വാസത്തിൽ അവൻ വർദ്ധിക്കും. അവൻ്റെ മുന്നിൽ കടന്നു വരുന്ന കൊടുങ്കാറ്റുകളെ അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ മുമ്പിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ അവൻ ഭയക്കുകയില്ല. ഭർത്തുമായി മിണ്ടാതിരിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവർ പറഞ്ഞിട്ടും അവൻ അതിനെ ഒന്നും വകവച്ചില്ല. അവനെ സംബന്ധിച്ച് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. യേശു അവൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നവനൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. തടസ്സങ്ങളെ അവൻ നോക്കിയില്ല. അവൻ വീണ്ടും അത്യുച്ചത്തിൽ നിലവിളിച്ചപ്പോൾ യേശു നിന്നു. യേശു എന്താണ് അവനോട് ചോദിച്ചത്? അവനെ വിളിക്കുവനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവർ കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പ് ദൂരെ എറിഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ പുതപ്പ് അവൻ ദൂരെ വലിച്ചെറിഞ്ഞു. വഴിയരികിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവനാണ് ബർത്തിമായി. അവനെ സംബന്ധിച്ച് അവൻ ആശ്രയമായിട്ടുള്ളത് അവൻ്റെ പുതപ്പ് മാത്രമാണ്. അവൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് അവൻ്റെ പുതപ്പാണ്. ഒരുപക്ഷെ ആ പുതപ്പിൻ്റെ അകത്തിൽ അവൻ ലഭിക്കുന്ന പണങ്ങളുണ്ടാകാം. അപ്പോൾ അവൻ്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് ആ പുതപ്പാണ്. അവൻ ആ ശബ്ദം യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ പുതപ്പ് വലിച്ചെറിഞ്ഞു. എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ അടുക്കൽ എത്തുവാൻ തക്കവണ്ണം പലപ്പോഴും തടസ്സമായി നിൽക്കുന്ന ജീവിതത്തിൻ്റെ ചില പുതപ്പുകളുണ്ട്. അത് സ്ഥാനമാനങ്ങളായിരിക്കാം, അത് സമ്പത്തായിരിക്കാം, ഒരുപക്ഷെ അത് വിദ്യാഭ്യാസമായിരിക്കാം, നമ്മുടെ സൗന്ദര്യമായിരിക്കാം. യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുവാനുള്ള ലജ്ജയായിരിക്കാം. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയിലുള്ള പുതപ്പുകളുണ്ട്. ആ പുതപ്പിനുള്ളിൽ ചുരുങ്ങുകയാണ് ഞാനും നിങ്ങളും. ആ പുതപ്പിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അവിടെ ഭർത്തമായി പുതപ്പ് ദൂരെ വലിച്ചെറിഞ്ഞ് ചാടി എഴുന്നേറ്റ് അവൻ്റെ അടുക്കലെത്തി എന്ന് പറയുമ്പോൾ അവൻ അന്ധനായ മനുഷ്യനായിരുന്നു. അവന് കാഴ്ചയില്ലായിരുന്നു. കാഴ്ചയില്ലാതിരുന്നിട്ടും അവൻ യേശു വിളിച്ച ശബ്ദം കേട്ട്, അവൻ്റെ ചെവി കൊണ്ട് കേട്ട ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവൻ ചാടി എഴുന്നേറ്റ് അവൻ ആശ്രയമായിട്ടുള്ളതിനെയൊക്കെയും അവൻ തള്ളിക്കളഞ്ഞുകൊണ്ട്, അതിനെയൊക്കെയും ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവൻ പോവുകയാണ്. അവിടെ എന്താണ് കർത്താവ് പറയുന്നത്? യേശു അവനോട് ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നത് ചോദിച്ചതിന്, റബോനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട് പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അനേക രോഗികൾ എരീഹോ പട്ടണത്തിൻ്റെ ചുറ്റുപാടുകളുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരുവനായ ബർത്തിമായിക്ക് മാത്രമാണ് സൗഖ്യം ലഭിച്ചത്. എന്തുകൊണ്ട്? അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. വിശ്വാസത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ അവനുണ്ടായി. പ്രതിസന്ധികളെ വകവയ്ക്കാതെ അവൻ ദൈവസന്നദ്ധയിൽ നിലവിളിച്ചപ്പോൾ യേശു നിന്ന് അവന് സൗഖ്യം കൊടുത്തു. മറ്റാർക്കും അവിടെ സൗഖ്യം ലഭിച്ചില്ല. മറ്റനേക രോഗികളുണ്ടായിരിക്കാം ആ വഴിയരികിൽ. അവരൊക്കെയും കർത്താവ് കാണുന്നുണ്ടാകാം. പക്ഷെ അവർക്ക് ആർക്കുമില്ലാത്ത ഒരു വിശ്വാസം ബർത്തിമായിക്കുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഈ പ്രകാരം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടോ? നമുക്ക് പലപ്പോഴും ബർത്തിമായിക്കുള്ളതുപോലെ ചില പുതപ്പുകളുണ്ട്. നമ്മുടെ ആശ്രയം പലപ്പോഴും അതിലാണ്. പിന്നെ വേണമെങ്കിൽ ദൈവം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നാം വല്ലപ്പോഴും ദേവാലയങ്ങൾ കടന്നു പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യും. പക്ഷെ വിശ്വാസത്തിൻ്റെതായ
വളർച്ച എന്നിലും നിങ്ങളും ഉണ്ടാകുന്നില്ല. ദൈവം എന്നെയും നിങ്ങളെയും പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിച്ചു നോക്കുന്ന ദൈവമാണ്. നമ്മെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ചില പരിശോധനകളിലൂടെ കടത്തിവിടും. അവിടെ എൻ്റെയും നിങ്ങളുടെയും പ്രതികരണം സർവശക്തനായ ദൈവം സൂക്ഷ്മതയോടെ നോക്കുന്നുണ്ട്. ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറന്നു പോകുന്നുണ്ടോ, വിശ്വാസത്തിൽ വളരുന്നുണ്ടോ എന്ന അടുത്ത പടിയിലേക്ക് എന്നെയും നിങ്ങളെയും എത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് വലിയ ആഗ്രഹമാണ്. അവൻ ചില ശോധനകളിലൂടെ നമ്മളെ കടത്തിവിടും. അവിടെ ഭയപ്പെട്ടു പോവരുത്. അവിടെ ഭർത്തിമായോട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ പല ശബ്ദങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകും. അവിടെ ശബ്ദങ്ങളെ നോക്കുവാതെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുവാൻ തക്കവണ്ണം കഴിയണം. ഭർത്തിമായി ചാടി എഴുന്നേറ്റ് അവൻ്റെ പുതപ്പ് ദൂരെ വലിച്ചെറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവൻ ഓടി കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തി. അതിനവൻ താമസിച്ചില്ല. അവൻ അല്പസമയം കഴിയട്ടെ എന്ന് വിചാരിച്ചില്ല. അവനെ സംബന്ധിച്ച് ഒരേ ഒരു ലക്ഷ്യമുണ്ടാൽ യേശുവിൻ്റെ അടുക്കൽ എത്രയും വേഗത്തിലെത്തണം. എന്തിനു വേണ്ടി? അവൻ എനിക്ക് സൗഖ്യം തരും. കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു? റബ്ബൂനി, എനിക്ക് സൗഖ്യം തരണം. അവൻ്റെ ഭാഷകളിലൊക്കെയും ഭക്തിയോടുകൂടിയാണ് അവൻ യേശുവിനോട് സംസാരിക്കുന്നത്. അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവൻ്റെ ഹൃദയത്തിനുള്ളിൽ ദൈവത്തിന് കൊടുത്ത സ്ഥാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ വിളിക്കുന്നത് ദാവീദ് പുത്ര എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ യേശു ദാവീദിൻ്റെ പുത്രനാണ് എന്ന് അവന് വ്യക്തമായും അറിയാം. അവൻ വെറുതെ കേട്ട സാക്ഷ്യങ്ങളല്ല, അവൻ്റെ സാക്ഷ്യങ്ങളിലൊക്കെയും അവൻ കേട്ട സാക്ഷ്യങ്ങളിലൊക്കെയും അവന് വളർച്ചയുണ്ടായി. ഞാൻ നിങ്ങളും എത്രയോ സാക്ഷ്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ കേൾക്കുന്നു, എത്രയോ പ്രസംഗങ്ങൾ കേൾക്കുന്നു, എത്രയോ ആളുകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഞാനും നിങ്ങളും കേൾക്കുന്നുണ്ട്. നമുക്ക് എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് വിശ്വാസത്തിൽ അതിൽ വളരുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്? ദൈവമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്നും ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങളാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു എന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളെ നല്ലവണ്ണം അറിയുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്തു തന്നെയായിരുന്നാലും, നിങ്ങളുടെ രോഗമായിരുന്നാലും, അത് സാമ്പത്തികമായിരുന്നാലും, നിങ്ങൾ കടന്നു പോകുന്ന ഏതു കഷ്ടതയുടെ താഴ്വരയിലായിരുന്നാലും ദൈവം എന്നെയും നിങ്ങളെയും ഈ രാത്രി ഒരുപോലെ കാണുകയാണ്. വിശ്വസിക്കണം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് ഈ രാത്രി ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം കഴിയണം. ആ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ തക്കവണ്ണം കഴിയണം. എന്തിനു വേണ്ടി കാത്തിരിക്കണം? അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഭർത്തിമായുടെ പ്രാർത്ഥന കേട്ട് യേശു നിന്ന് അവന് സൗഖ്യം കൊടുത്തതുപോലെ ഈ രാത്രി ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രി നിങ്ങൾ നിലവിളിക്കുമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ചാരേക്ക് സർവശക്തനായ ദൈവം കടന്നു വരും. അതുകൊണ്ട് ആ 40 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്ന് എൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ടു. അത് എൻ്റെയും നിങ്ങളുടെയും നിലവിളിയുടെ ശബ്ദം കേട്ട് നമ്മുടെ അടുക്കിലേക്ക് ചാഞ്ഞിറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. കരുണാസമ്പന്നനായ ദൈവമാണ്. അവൻ സ്നേഹനിധിയായ ദൈവമാണ്. അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. തീച്ചൂളിയുടെ അനുഭവത്തിൽ നമ്മെ കോരിയെടുക്കുന്ന ദൈവമാണ്. അവൻ നല്ലവനായ ദൈവമാണ്. യേശു നമ്മുടെ നല്ലവനായ ദൈവമാണ്. ആ ദൈവത്തെങ്കിലേക്ക് നിലവിളിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാ ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ രാത്രി കേൾക്കുവാൻ തക്കവണ്ണം സഹായിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ബർത്തിമായുടെ നിലവിളിക്ക് മുമ്പിൽ കർത്താവേ, അവിടെ നിന്ന് സൗഖ്യം കൊടുത്തതുപോലെ ദൈവമേ, ഈ രാത്രി നിലവിളിക്കുന്ന ഓരോ മക്കളെയും ദൈവമേ അവിടെ നിന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്ന ഓരോരുത്തരെയും ദൈവമേ അങ്ങവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവമേ, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ അങ്ങയോട് നിലവിളിക്കുന്ന കർത്താവെ ഓരോ മക്കളെയും അവിടെ നിന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ,
കഷ്ടതയുടെ താഴ്വരയിൽ ദൈവമേ കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി സർവശക്തനായ ദൈവമേ അങ്ങോടൊന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭർത്തിമായ കർത്താവെ, സൗഖ്യമാക്കിയ യേശുവേ, ഞങ്ങളുടെ രോഗികളുടെ മേൽ അവിടുത്തെ അത്ഭുത കരങ്ങൾ തൊട്ട് ദൈവമേ വിടുതല കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, അങ്ങവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. നിലവിളിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവമേ അങ്ങയുടെ അത്ഭുത കരങ്ങൾ അവിടുന്ന് ചായ്ഞ്ഞിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ പുനഃനാമം മാത്രം അവരുടെ മുഖത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.